നമ്മൾ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എലൈൻ ഫ്രോക്കിൻ്റെ പാറ്റേൺ വെച്ചുകൊണ്ട് എങ്ങനെ എലൈൻ ഫ്രോക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് എലൈൻ ഫ്രോക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രോക്കായിട്ട് നമുക്കൊക്കെ കുർത്തീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാറ്റേൺ ആണ് എലൈൻ ഫ്രോക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹ. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. പാറ്റേൺ വെച്ചുകൊണ്ട് ഫാബ്രിക് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കാണിക്കാത്തത് മുന്നേയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് എങ്ങനെ പാറ്റേൺ വെച്ചുകൊണ്ട് ഫാബ്രിക് കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഒരു എലൈൻ ഫ്രോക്കിൽ ഒരു കുഞ്ഞു പോക്കറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എലൈൻ ഫ്രോക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ എലൈൻ ഫ്രോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പാറ്റേൺ വെച്ച് എങ്ങനെ ഫാബ്രിക് കട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്ത ബാക്ക് പാർട്ടാണ്, ഇത് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ടാണ്. പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പോക്കറ്റ് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം പോക്കറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പീസിലൊരു ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ച് വിഡ്ത്തും അതുപോലെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ച് ലെങ്ത്തുമാണ് ഈ ഒരു പോക്കറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫേസിംഗ് ആണ് ചെയ്യുന്നത്, ഫേസിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. ഇതുവരെയും നമ്മൾ ബയാസ് പീസ് വെച്ചിട്ടായിരുന്നു നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഫേസിംഗ് മെത്തേഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് നെക്കിനും ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് നെക്കിനും വേണ്ടിയിട്ടും ഇതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബയാസ് പീസ് സ്ലീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബയാസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ ഡെനിം പോലത്തെ ഒരു മെറ്റീരിയലിലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പീസ് എടുക്കാം. ഈ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഫോൾഡ് ചെയ്ത സെയിം വേല തന്നെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിങ്ങനെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ മെഷറിംഗ് ടാപ്പൊന്നും എടുക്കുന്നില്ല. ഞാനിവിടെ ഡയറക്റ്റ് നെക്കിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മെഷറിംഗ് ടാപ്പൊന്നും ഇല്ലാതെ ഡയറക്റ്റ് നെക്കിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിനുള്ള ഫേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നിന്നുള്ള ഫേസിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ വെച്ച് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും നല്ല ഭാഗവും അതുപോലെ ഈ ഒരു നമ്മുടെ ഫേസിങ് പീസിൻ്റെ റൈറ്റ് സൈഡ് നല്ല ഭാഗവും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു സൈഡ് 3 സൈഡും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈഡ് അതുപോലെ ഈ ഒരു സൈഡ് അതുപോലെ ഈ ഒരു സൈഡ്, ഈ ഒരു 3 സൈഡും കൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു 3 സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഈ നെക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ നോച്ചസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നോച്ചസ് ഇടുമ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്ത സ്റ്റിച്ചും ഒരിക്കലും തട്ടാൻ പാടില്ല. ഓക്കെ, അപ്പം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെ നമ്മൾ ഫേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഈ ഒരു പീസിനെ ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ചെയ്ത് വെക്കുക. നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഒരു ഡ്രസ്സ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫേസിങ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫേസിങ് പീസ് നമ്മൾ ബാക്കിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ അയൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എംബ്രോയിഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കയ്യിൽ വെച്ച് ചെയ്യുന്ന നീഡിലുണ്ടല്ലോ, ആ ഒരു നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഓരോ പോയിന്റ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഹെമ്മിങ് ചെയ്യാന്നാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ടും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കറക്റ്റ് സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെക്കാം. എന്നിട്ട് കറക്റ്റ് ഈ ഒരു മെഷർമെന്റിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഫേസിങ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മെഷറിംഗ് ടാപ്പ് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മെഷറിംഗ് ടാപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബാക്ക് പാർട്ട് ഇതുപോലെ റൈറ്റ് സൈഡായിട്ട് നിവർത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫേസിങ് പീസ് ഇതുപോലെ റൈറ്റ് സൈഡും ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും ഫേസിങ് പീസിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആക്കി വെച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3 സൈഡും ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ടും ഫേസിങ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെക്സ് ഉണ്ടല്ലോ, നമ്മുടെ സ്ക്വയർ നെക്കും അതുപോലെ റൗണ്ട് നെക്കും അല്ലാത്ത നെക്കുകൾ ഉണ്ടല്ലോ, പല ഡിസൈൻസും വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നെക്കുകളൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായും ഫേസിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് റൗണ്ട് നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈൻഡിങ് യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് വേറെയുള്ള മോഡൽ, ഇപ്പോൾ സ്വീറ്റ് ഹെഡ് നെക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് നെക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസിങ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം
ഇതിപ്പോൾ നമ്മുടെ റൗണ്ട് നെക്കാണ്. ഇതിന് നമുക്ക് ശരിക്കും ബൈൻഡിങ് ചെയ്താലും മതി, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫേസിങ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു ഫേസിങ് പീസ് ബാക്കിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ബാക്ക് നെക്കും ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ റൈറ്റ് സൈഡ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആക്കി വെച്ചിട്ട്, ഇതിൻ്റെ റൈറ്റ് സൈഡും ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡും ഫേസ് ടു ഫേസ് ആയി വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആം ഹോൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബയാസ് പീസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പം ബയാസ് പീസ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ചെറിയ ബയാസ് പീസസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ടാണ് ഈ ഒരു അലൈൻ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയാസ് പീസ് ക്രോസ് വൈസ് വേണമല്ലോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബയാസ് പീസസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യണം. അപ്പം നമ്മൾ നോർമലി നമ്മുടെ ഡ്രസ്സസൊക്കെ ജോയിൻ ചെയ്യുന്ന പോലെ നമുക്ക് ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റില്ല ബയാസ് പീസ്. നമ്മൾ ബയാസ് പീസ് ജോയിൻ ചെയ്യുമ്പം എപ്പോഴും റൈറ്റ് സൈഡ് ഇതുപോലെ വെക്കുക. അതുപോലെ നെക്സ്റ്റ് ബയാസ് പീസിൻ്റെയും റൈറ്റ് സൈഡ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു എ ഷേപ്പിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു ബയാസ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഒരു എ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ബയാസ് പീസ് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് നമുക്ക് ഇവിടെ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബയാസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, ബയാസ് പീസ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ വെച്ച് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ മുന്നേയുള്ള വീഡിയോസിലും എങ്ങനെ ആം ഹോളും നെക്കും ഒക്കെ ബയാസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നോച്ചസ് ഇട്ടിട്ടുണ്ട്. എക്സസ് ആയിട്ട് വന്നിട്ടുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബയാസ് പീസിനെ കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ആം ഹോൾ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആം ഹോൾ കൂടി ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബയാസ് പീസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനും ബയാസ് പീസ് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ബയാസ് പീസ് ഞാൻ ഇതുപോലെ റൈറ്റ് സൈഡ് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ മറ്റേ ബയാസ് പീസിൻ്റെ റൈറ്റ് സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് ഇതുപോലെ ഒരു എ ഷേപ്പ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ബയാസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ആം ഹോളും കൂടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ബയാസ് പീസ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ബയാസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോച്ചസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബയാസ് പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ബയാസ് പീസിൻ്റെ എഡ്ജിലൂടെ നമ്മൾ പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ വീണ്ടും അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ സമ്മർ ഫ്രോക്ക് ചെയ്തതിലും പെറ്റിക്കോട്ട് ചെയ്തതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ നമുക്കൊരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ബയാസ് പീസിനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിലോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ 2 ആം ഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് അതുപോലെ നമ്മുടെ ബോട്ടം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. പക്ഷെ നമ്മളിതിൽ പോക്കറ്റ് വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ പോക്കറ്റ് വെക്കുന്നത്. ഈ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ പോക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ക്വയർ പീസിൻ്റെ മുകൾ ഭാഗം, പോക്കറ്റിൻ്റെ മുകൾ ഭാഗമായിട്ട് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഓരോ സൈഡും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ എൻഡിലെത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഞാനിവിടെ ഒരു കുഞ്ഞ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സൈഡും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, സൈഡ് നമ്മൾ 1 ഇഞ്ചായിരുന്നു സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് വെച്ച് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ നമ്മുടെ 2 സൈഡും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബോട്ടം പോർഷനാണ്. അപ്പോൾ ബോട്ടം പോർഷൻ നമുക്കിനി ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ എലൈൻ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് അയൺ ചെയ്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എലൈൻ ഫ്രോക്ക് പോക്കറ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് അയൺ ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ എലൈൻ ഫ്രോക്ക്. നമ്മൾ ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്ക് റൗണ്ട് നെക്കാണ് വരുന്നത്. പക്ഷേ നമ്മൾ ഫേസിങ് മെത്തേഡിലാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്ക് നമ്മൾ നോർമലി ബയാസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കാറുള്ളത്. പക്ഷേ നമുക്കിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഫേസിങ് വെച്ചിട്ട് ചെയ്തതാണ്. നമ്മൾ ഫേസിങ് മെത്തേഡ് കൂടുതലായിട്ടും റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ അല്ലാത്ത നെക്കുകളുണ്ടല്ലോ, സ്വീറ്റ് ഹേർട്ട് നെക്ക്, അതുപോലെയുള്ള നെക്കുകളൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫേസിങ് മെത്തേഡ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഈ ഒരു റൗണ്ട് നെക്കിലും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതാണോ കംഫർട്ട്, നമുക്ക് ഏതാണോ ചെയ്തിട്ട് നമുക്ക് ശരിയാവുന്നത് ആ ഒരു വേ നമുക്ക് ചൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പിന്നെ സ്ലീവ്ലെസ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സ്ലീവിൻ്റെ അവിടെ നമ്മൾ ബയാസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നും വിചാരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു അലൈൻ ഫ്രോക്ക് അല്ലെങ്കിൽ അലൈൻ കുർത്തിയൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും അല്ലേ. ഇതിൽ സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അലൈൻ കുർത്തിയായിട്ട് യൂസ് ചെയ്യാം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ അലൈൻ ഫ്രോക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒരു പോക്കറ്റ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. മാത്രമല്ല നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. നമുക്ക് അലൈൻ ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ അലൈൻ കുർത്തീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാഷ്വൽ വെയർ ആണ് ഇത് അല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ കമൻസ് അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.